ഹായ് ഫ്രണ്ട്സ്, എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്കു സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര. എറണാകുളത്ത് വൈറ്റില കുണ്ടന്നൂർ തൃപ്പൂണിത്തുറ ബസ് റൂട്ടിൽ മരട് അബാദ് ന്യൂക്ലിയസ് മാളിന് 350 മീറ്റർ അടുത്ത് വിൽപ്പനയ്ക്കുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും 250 മീറ്റർ അടുത്ത് ടാർ റോഡ് ഫ്രണ്ട് 3.5 സെന്റ് സ്ഥലത്ത് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിൽ വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിന് പെടുന്നിട്ടുള്ള 1700 സ്ക്വയർ ഫീറ്റ് ഒരു പുതിയ ഇരുനില 3 BHK വീടാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോഴുള്ള ട്രെൻഡിൽ ന്യൂ മോഡലിൽ പണിതിട്ടുള്ള ഈ വീട് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ ഗുണനിലവാരമുള്ള നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വർക്കിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിൽ വീടിൻ്റെ ലെഫ്റ്റ് കോർണറിൽ GIയിൽ സ്ട്രോങ് ആയിട്ടാണ് ഒരു ഗേറ്റ് പണിതിട്ടുള്ളത്. ലെഫ്റ്റ് ഗേറ്റ് മുഴുവനായും മതിലിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് ഒതുക്കാവുന്ന രീതിയിലാണ് പണിതിട്ടുള്ളത്. റൈറ്റ് സൈഡിലെ ഗേറ്റ് 2ആയി മടക്കി റൈറ്റ് സൈഡിലേക്ക് മാറ്റാവുന്ന രീതിയിലുമാണ് പണിതിട്ടുള്ളത്. ഫ്രണ്ട് കാർ പാർക്കിംഗ് ഏരിയയും മുറ്റവും മൊത്തം 2x2 4 സ്ക്വയർ ഫീറ്റ് നാച്ചുറൽ സ്റ്റോൺ ആണ് പാകിയിരിക്കുന്നത്. സ്റ്റോണിൻ്റെ ജോയിന്റിൽ സ്പേസ് കൊടുത്ത് മൊത്തം പുല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ഒരു വാട്ടർ മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ പൈപ്പ് വെള്ളം എടുക്കുന്നതിനായിട്ട് ഒരു ടാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ റൈറ്റ് സൈഡിൽ പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ടാങ്ക് സാധാരണ കിണർ കുഴിക്കുന്ന കിഴക്ക് വടക്ക് മൂലയിലായിട്ടാണ് താഴ്ത്തിയിരിക്കുന്നത്. ടാങ്കിന് മുകളിൽ ഫ്ലോറിനോട് ചേർന്ന് തന്നെ കാലൊന്നും തട്ടാത്ത രീതിയിൽ ഒരു മൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ബ്ലാക്ക് ലെപ്പോത്ര ഗ്രാനൈറ്റ് സ്ലാബിലാണ് വിരിച്ചിരിക്കുന്നത്. ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം 8.25 അടിയും വീതി 31 സെൻറ്റിമീറ്ററുമാണ്. സിറ്റ് ഔട്ടിൻ്റെ വലിപ്പം 8.25 അടി നീളവും 4.25 അടി വീതിയുമാണ്. 37 സ്ക്വയർ ഫീറ്റാണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ. തട്ടിലാണെങ്കിൽ സൈഡിലൊക്കെ മൊത്തം ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിലായിട്ടാണ് TV മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം 17 അടി നീളവും 8.5 അടി വീതിയുമാണ്. 144.5 സ്ക്വയർ ഫീറ്റാണ് ഈ ലിവിങ് ഏരിയ ഉള്ളത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയുടെ തട്ടിലും നല്ലൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിലായിട്ട് കൗണ്ടർ മോഡൽ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിന് താഴെ 2 ഡോറോട് കൂടി ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ താഴെയുള്ള ഭാഗം ഡോറ് സെറ്റ് ചെയ്ത് കവേർഡ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 12 അടി നീളവും 10.5 അടി വീതിയുമാണ്. 126 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇവിടെ തട്ടിൽ ചെറിയൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വാർഡ്രോബ്സ് കാണാം. 6 ഡോറുകളും 12 കള്ളികളും ഒരു ചെറിയ ഡ്രോയറും താഴെയായിട്ട് വലിയ 2 ഡ്രോയറുകളോടും കൂടി അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് ഈ വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബാത്റൂമാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ ബാത്റൂം. വാളിൽ ബ്ലൂ കളറും വൈറ്റ് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് കോർണറിലായിട്ട് ടേബിൾ ടോപ്പ് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പെയിൻറ്റിങ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തേക്കണതാണ്. അത് അധികം വൈകാതെ തന്നെ മാറ്റി തരുന്നതായിരിക്കും. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 12.25 അടി നീളവും 6.25 അടി വീതിയുമാണ്. 82.5 സ്ക്വയർ ഫീറ്റാണ് ബാത്റൂം ഉള്ളത്. ഇതാണ് അടുക്കള. ഓപ്പൺ
ടൈപ്പ് ഒരു അടുക്കളയാണിത്. തട്ടിലാണെങ്കിൽ ചെറിയൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത്. ഈ അടുക്കളയുടെ വലിപ്പം 9.5 അടി നീളവും 9.5 അടി വീതിയുമാണ്. 90 സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ബ്ലാക്ക് ലെപ്പോത്ര ഗ്രാനൈറ്റ് സ്ലാബും സൈഡ് ഭാഗവും റേസറും മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലാൻഡിങ് വരുന്ന നേരെ കാണുന്ന ഭിത്തിയിൽ മൊത്തം നാച്ചുറൽ സ്റ്റോൺ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം 89.5 സെന്റിമീറ്ററും വീതി 27 സെന്റിമീറ്ററുമാണ്. സ്റ്റെയറിൽ മൊത്തം 18 സ്റ്റെപ്പുകളാണുള്ളത്. കയറി വരുന്നത് ചെറിയൊരു പാസേജിലേക്കാണ്. ഈ പാസേജിന്റെ വലിപ്പം 9 അടി നീളവും 5 അടി വീതിയുമാണ്. 45 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത്. റൈറ്റ് സൈഡിലായിട്ട് ഒരു അപ്പർ ലിവിങ് ഏരിയ കാണാം. ഇവിടെ അപ്പർ ലിവിങ് ഏരിയയുടെ തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റഡി ടേബിളും അതിൻ്റെ മുകളിലായിട്ട് 3 ഡോറോട് കൂടിയ ഒരു കബോർഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിലായിട്ടാണ് TV സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം 17.5 അടി നീളവും 10 അടി വീതിയുമാണ്. 175 സ്ക്വയർ ഫീറ്റ് ആണ് ഈ അപ്പർ ലിവിങ് ഏരിയ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 10 അടി നീളവും 9.25 അടി വീതിയുമാണ്. 97.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. നേരെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു വാർഡ്രോബ്സ് കാണാം. ഇതാണ് തുറക്കുമ്പോഴുള്ള ദൃശ്യം. 8 കള്ളികളും 2 ഡ്രോയറുകളും 4 ഡോറുകളുമാണ് ഈ വാർഡ്രോബ്സിലുള്ളത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാത്റൂമാണ്. വാളിലും ഫ്ലോറിലും വൈറ്റ് കളറിലെ ബ്ലാക്ക് ഗ്രെയിൻസോട് കൂടിയ വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിന്റെ വലിപ്പം 8.5 അടി നീളവും 4 അടി വീതിയുമാണ്. 34 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഇനി നമുക്ക് അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി പരിചയപ്പെടാം. ബാൽക്കണിയുടെ സൈഡിലാണെങ്കിൽ GI സ്ക്വയർ പൈപ്പിൽ നല്ല ഡിസൈൻ വർക്കോട് കൂടി ഒരു ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണിയുടെ വലിപ്പം 9.5 അടി നീളവും 5.5 അടി വീതിയുമാണ്. 52 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത്. ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 12.25 അടി നീളവും 11.25 അടി വീതിയുമാണ്. 143.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. നേരെ കാണുന്ന ഭിത്തിയുടെ റൈറ്റ് സൈഡിലായിട്ട് 5 ഡോറുകളും 8 കള്ളികളും 2 ഡ്രോയറോടും കൂടിയ ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 9 അടി നീളവും 3.25 അടി വീതിയുമാണ്. 34 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഏറ്റവും ടോപ്പിലുള്ള ഒരു ടെറസാണ്. ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ റൂമിന്റെ മുകളിലായിട്ട് അകത്തേക്ക് വെളിച്ചവും കിട്ടുന്നതിനായിട്ട് ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ നമ്മൾ താഴെ കണ്ട സെയിം മോഡലിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കയറി വരുന്നത് ഒരു ലാൻഡിങ്ങിലേക്കാണ്. ഇവിടെ ലാൻഡിങ്ങിന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഈ ലാൻഡിങ്ങിന്റെ വലിപ്പം 8 അടി നീളവും 7 അടി വീതിയുമാണ്. 56 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ലാൻഡിങ് ഉള്ളത്. ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ്. ഈ ഓപ്പൺ ടെറസ് ഏകദേശം 525 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഭാവിയിൽ റൂമുകളൊക്കെ എടുക്കാനോ ഇവിടെ മൊത്തം ഡ്രസ് വർക്ക് ചെയ്ത് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപകരിക്കുന്ന രീതിയിലുള്ള സ്പേസ് ആക്കി മാറ്റാവുന്നതാണ്. ഇവിടെ സ്റ്റെയർ റൂമിനോട് ചേർന്ന് തന്നെ ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ റൂമിന്റെ മുകളിലായിട്ടാണ് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടെറസിൻ്റെ ഫ്ലോറിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ വാട്ടർ പ്രൂഫ് പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം. കാർ പാർക്കിംഗ് റൈറ്റ് സൈഡിൽ കാണുന്ന ഏരിയ
21 അടി നീളവും 8 അടി വീതിയുമാണുള്ളത്. ലെഫ്റ്റ് സൈഡിലുള്ള കാർ പാർക്കിംഗ് 25 അടി നീളവും 8.5 അടി വീതിയുമാണുള്ളത്. വീടിന്റെ ചുറ്റുഭാഗത്തൊക്കെ സുഖമായിട്ട് നടക്കാനുള്ള സൗകര്യം കൊടുത്തുകൊണ്ടാണ് ഇവർ ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് 4.25 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. തൃപ്പൂണിത്തുറയിലേക്ക് 2.5 കിലോമീറ്ററും മരട് ജംഗ്ഷനിലേക്ക് 1.25 കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് 2.25 കിലോമീറ്ററും തേവര ജംഗ്ഷനിലേക്ക് 5 കിലോമീറ്ററും നേവൽ ബേസിലേക്ക് 7 കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് 4.5 കിലോമീറ്ററും കാക്കനാടേക്ക് 11 കിലോമീറ്ററും SN മെട്രോ സ്റ്റേഷനിലേക്ക് 3 കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് 7 കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് 6 കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് 8.5 കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് 4.5 കിലോമീറ്ററും ഫോറം മാളിലേക്ക് 2.25 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. ബസ് സ്റ്റോപ്പിൽ നിന്നും 250 മീറ്റർ അടുത്ത് ടാർ റോഡ് ഫ്രണ്ട് ആയിട്ടുള്ള ഈ 3.5 സെന്റ് സ്ഥലവും 1700 സ്ക്വയർ ഫീറ്റ് പുതിയ 3 BHK ഈ ഇരുനില വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 98 ലക്ഷം രൂപയാണ്. റേറ്റ് നെഗോഷിയബിൾ ആണ്. വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിലെത്താവുന്നതാണ്. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പരിചയത്തിലോ ബന്ധത്തിലോ ഉള്ള ആളുകളൊക്കെ നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.